ഗൈസ്, ഞാനുണ്ടല്ലോ ഭയങ്കര ആഗ്രഹിച്ച് കൊതിപ്പിച്ച് വാങ്ങിച്ചൊരു സാധനമാണ് എൻ്റെ ഈ കയ്യിരിക്കുന്ന ഈ സാധനം, ദുബായ് കുനാഫ ചോക്ലേറ്റ്. സോ കം, ലെറ്റ്സ് അൺബോക്സ് ദിസ് പാക്കറ്റ് ഇൻ ആൻ ആസ്തെറ്റിക് വേ. ഭയങ്കര ആസ്തെറ്റിക് വേയിൽ പാക്കേജ് ഓപ്പൺ ചെയ്യാൻ എനിക്കറിയില്ല. നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്താൽ പോരെ. പാക്കേജിംഗ് ഒക്കെ ഭയങ്കര സൂപ്പറാട്ടോ. എനിക്കിങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്മെൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്മെൽ ചെയ്തപ്പോൾ നല്ലൊരു സ്ട്രോങ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആരോമയാണ് എനിക്ക് കിട്ടിയേ. ഞാനുണ്ടല്ലോ ഈ ഒരു പെർട്ടിക്കുലർ ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. ഓരോ റീൽസും ഞാൻ ഡൽഹിയിൽ നിന്ന് കാണുമ്പോൾ അയ്യോ എനിക്കും ട്രൈ ചെയ്യണമല്ലോ, എല്ലാവരും ഭയങ്കര വണ്ടർഫുൾ വാവ് എന്ന് പറയില്ലേ, അപ്പോൾ എനിക്കും നല്ലപോലെ കൊതി തോന്നിയേ. പക്ഷേ എൻ്റെ ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എൻ്റെ കൊതിയും എക്സൈറ്റ്മെൻറ്റും എല്ലാം തീർന്നു പോയി ഗൈസ്. എനിക്കറിയില്ല, ഞാൻ ഓരോ റീൽസ് കണ്ടു ഭയങ്കരമായിട്ട് ചിന്തിച്ച് വെച്ചോണ്ടാണോ എൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തേ എന്നെനിക്കറിയില്ല. ബട്ട് ഒരു നോർമൽ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ അകത്ത് നമ്മളെ വൈറ്റ് പായസമില്ലേ ഗൈസ്, വൈറ്റ് പായസം, അതിൽ നൂഡിൽസ് പോലെ നമ്മളുടെ അമ്മമാർ പൊട്ടിച്ചിടില്ലേ, ആ ഒരു സാധനം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എനിക്കങ്ങനെയാണ് തോന്നിയേ. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പാക്കേജിങ്ങിൽ കണ്ടപ്പോൾ പിസ്താഷ്യൂടെ മിക്സ്ചർ ആയിരിക്കും ഇതിൻ്റെ ഫില്ലിംഗ് എന്ന്. ബട്ട് അങ്ങനെയൊന്നും അല്ലേന്നു ഗൈസ്. ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് ഒരു 500 ആണ്. ആ ഒരു 500 വെർത്ത് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു കുനാഫ ചോക്ലേറ്റ്, ഒരു നോർമൽ ഡാർക്ക് ചോക്ലേറ്റ്. ഈ ഒരു ചോക്ലേറ്റിന് ഇത്രയും ഹൈപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? കോമെൻറ്റ്സിൽ എന്തായാലും നിങ്ങളെ ഒപ്പീനിയൻ പറയണേ.